ഈഫ്. ഈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്കിൽ എന്നർത്ഥം. എങ്കിൽ നമ്മൾ ഈഫിൻ്റെ അർത്ഥം വെക്കുമ്പോൾ ആ എങ്കിൽ എന്നുള്ളത് ആദ്യം പറയരുത്. എന്ന് വെച്ചാൽ ഈഫിന് ശേഷം വരുന്ന സെൻറ്റൻസ് ആദ്യം എന്ത് ചെയ്യുക, അർത്ഥം വെക്കുക. അതിനുശേഷം എങ്കിൽ എന്ന് പറയുന്ന ആ സംഭവം ആഡ് ചെയ്ത് കൊടുക്കുക. പറയാം എങ്ങനെ നോക്കാം, ഞാൻ കാണിച്ചു തരാം. ഇവിടെ നോക്കൂ, ഈഫ് ഇവിടെ കിടക്കട്ടെ. അതിനുശേഷം ഇവിടെ ഉണ്ടോ യു. യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ. വോണ്ട് ടു. ഈ വോണ്ട് ടു എന്ന് പറയുന്നത് ഒരു പ്രത്യേക രസകരമായ പ്രയോഗമാണ്. ഇതിൻ്റെ അർത്ഥമാണ് ചെയ്യാൻ ആഗ്രഹിക്കുക, ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഉദാഹരണം നോക്കോളൂ. വോണ്ട് ടു ഗോ, പോകാൻ ആഗ്രഹിക്കുന്നു. വോണ്ട് ടു കം, വരാൻ ആഗ്രഹിക്കുന്നു. വോണ്ട് ടു ഈറ്റ്, കഴിക്കാൻ ആഗ്രഹിക്കുന്നു. വോണ്ട് ടു ഡ്രിങ്ക്, കുടിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതുപോലെ ഇവിടെ കണ്ടോ, വോണ്ട് ടു അച്ചീവ്. അച്ചീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേടുക. അപ്പം എന്തായി, വോണ്ട് ടു അച്ചീവ്, നേടാൻ ആഗ്രഹിക്കുന്നു, നേടാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഈഫിൻ്റെ അർത്ഥം വെക്കുമ്പോൾ ഈഫിന് ശേഷം വരുന്ന സെൻറ്റൻസ് ഉണ്ടല്ലോ അതാദ്യം പറയാം, എന്നിട്ട് ഈഫിൻ്റെ അർത്ഥം പറഞ്ഞാൽ മതി. ഇവിടെ കണ്ടോളൂ, ഇവിടെ കണ്ടു ഈഫ് എങ്കിൽ. ഓക്കെ, യു, നിങ്ങൾ. വോണ്ട് ടു അച്ചീവ്, നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. കണ്ടോ, എന്താണ്, നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, എന്ത് നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സക്സസ് എന്ന് പറഞ്ഞാൽ വിജയം. എന്താണ് സക്സസ് എന്ന് പറഞ്ഞാൽ വിജയം. എന്ന് വെച്ചാൽ നിങ്ങൾ, ഇവിടെ കണ്ടോ, നിങ്ങൾ വിജയം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നായി. ഇവിടെ കണ്ടോളൂ, ഇൻ ലൈഫ്. ഇൻ ലൈഫ്, ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവിതം. ഇന്ന് പറഞ്ഞാലോ ഇന്നല്ലേ. അപ്പൊ ഇൻ ലൈഫ്, ജീവിതത്തിൽ. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇവിടം വരെ അർത്ഥം വളരെ മനോഹരമായിട്ട് കിട്ടിയില്ലേ. എന്താണ്, ഇഫ് യു വോണ്ട് ടു അച്ചീവ് സക്സസ് ഇൻ ലൈഫ്. എന്താർത്ഥം, ജീവിതത്തിൽ നിങ്ങൾ വിജയം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നായി. ജീവിതത്തിൽ നിങ്ങൾ വിജയം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. ആദ്യം ഓരോന്നിങ്ങനെ അർത്ഥം വെച്ച് പോവാം. ആശയം വന്നു കഴിഞ്ഞാൽ നമ്മുടേതായ രീതിയിൽ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം, അത്രേ ഉള്ളൂ. ഇനി അടുത്താണ് യു. യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നുള്ള അർത്ഥം കേട്ടോ. അല്ലാതെ യു എന്ന് പറഞ്ഞാൽ നീ അല്ലെങ്കിൽ നിങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് എന്നുള്ള അർത്ഥമുണ്ട്. ഞാൻ ഉദാഹരണം പറയട്ടെ. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ന് മാത്രമല്ല, എനിക്ക് എന്നുള്ള അർത്ഥമുണ്ട്. ഐ എന്ന് പറഞ്ഞാൽ എനിക്കുള്ള അർത്ഥമുണ്ട്. കാരണം ഞാൻ എന്ന് ഐക്ക് ഞാൻ എന്നാണ് പഠിച്ചു വെച്ചതെങ്കിൽ എല്ലാ സെൻറ്റൻസിലും ഞാൻ എന്നുള്ള വേർഡ് പോസിബിൾ അല്ല. ഉദാഹരണം ഞാൻ പറയാണ്, ഐ ക്യാൻ. ഐ ക്യാൻ. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചു വെച്ചു. ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയും. ഐ ക്യാൻ, ഞാൻ കഴിയുന്നോ? ഞാൻ കഴിയും, അതെങ്ങനെ ഞാൻ കഴിയും? അപ്പോൾ അവിടെ ഐ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് ഞാൻ എന്നല്ല, എനിക്ക് എന്നാണ്. എനിക്ക് കഴിയും അല്ലേ, ഐ ക്യാൻ, എനിക്ക് കഴിയും. അതുപോലെ യുന് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നുള്ള അർത്ഥമുണ്ട്. യു, നിങ്ങൾ. ഇവിടെ കണ്ടോ, ഹാവ് ടു. എന്താണ് ഹാവ് ടു? ഹാവ് ടു അടുത്ത ഒരു പ്രധാനപ്പെട്ട പ്രയോഗമാണ്. ഇതിൻ്റെ അർത്ഥമാണ് ചെയ്യേണ്ടതുണ്ട്. എന്താണ് ചെയ്യേണ്ടതുണ്ട്? കണ്ടോളൂ. ഹാവ് ടു ഗോ, പോകേണ്ടതുണ്ട്. ഹാവ് ടു കം, വരേണ്ടതുണ്ട്. ഹാവ് ടു ഈറ്റ്, കഴിക്കേണ്ടതുണ്ട്. ഹാവ് ടു ഡ്രിങ്ക്, കുടിക്കേണ്ടതുണ്ട്. എത്ര സിമ്പിളാണ്, സിമ്പിൾ അല്ലേ? അതുപോലെ ഇവിടെ കണ്ടോ, ഹാവ് ടു വർക്ക് ഹാർഡ്. എന്നാണ് വർക്ക് ഹാർഡ്. ഇതൊരു മനോഹരമായ സംഭവം കേട്ടോ. വർക്ക് ഹാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, കഠിനാധ്വാനം ചെയ്യുക എന്നാണ്. ഇതൊരു വെർബാണ്, വർക്ക് ഹാർഡ്. ഒന്നും കൂടി ഉണ്ട്, ഓർമ്മയുണ്ടോ? ഹാർഡ് വർക്ക്. എന്താണ് ഹാർഡ് വർക്ക്? ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഠിനാധ്വാനം എന്ന് മാത്രമേ മീനിങ് ഉള്ളൂ. ഇതൊരു നൗണാണ്. കഠിനാധ്വാനം കഴിഞ്ഞു. വർക്ക് എന്നാൽ ഹാർഡ് വർക്ക്. ഇതിനെ തിരിച്ചിടുക, എന്തായി? വർക്ക് ഹാർഡ്. വർക്ക് ഹാർഡ്, കഠിനാധ്വാനം ചെയ്യുക എന്നായി. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടുത്തെ വെർബാണ്, കഠിനാധ്വാനം ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ എന്തായി? യു ഹാവ് ടു വർക്ക് ഹാർഡ്. നിങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട് എന്നായി. നിങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട് എവറി ഡേ, എല്ലാ ദിവസവും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇവിടം വരെ ഈ ഒരു കംപ്ലീറ്റ് സെൻറ്റൻസിൻ്റെ മീനിങ് വളരെ മനോഹരമായി മനസ്സിലായി. എന്താണ്? ഒന്നും കൂടി വായിക്കാം, ജസ്റ്റ് ഒന്ന് വായിക്കാൻ പാടുള്ളൂ. ഇഫ് യു വോണ്ട് ടു അച്ചീവ് സക്സസ് ഇൻ ലൈഫ് യു ഹാവ് ടു വർക്ക് ഹാർഡ് എവറി ഡേ. ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഉണ്ടോ, നിങ്ങൾക്ക് എല്ലാ ദിവസവും കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട് എന്നായി, അല്ലേ?
തീർച്ചയായിട്ടും. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. നമ്മൾ ഒരുപാട് വായിക്കണം അപ്പോഴേ ശരിയാവുള്ളൂ. അടുത്താണ് യു, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക്. ഹാവ് ടു, ഞാൻ പറഞ്ഞല്ലോ ഹാവ് ടു എന്നാൽ ചെയ്യേണ്ടതുണ്ട്. എന്ത് ചെയ്യണമെന്നോ? ബിലീവ്, വിശ്വസിക്കുക എന്നാണ്. ബിലീവ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക. അപ്പം എന്തായി? യു ഹാവ് ടു ബിലീവ്, നിങ്ങൾക്ക് വിശ്വസിക്കേണ്ടതുണ്ട് എന്നായി. നിങ്ങൾക്ക് വിശ്വസിക്കേണ്ടതുണ്ട്. ഇൻ പറഞ്ഞാൽ അതുപോലെ യുവർ സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം എന്നാണ്. നിങ്ങൾ സ്വയം. അപ്പോൾ ഇന്ന് വന്നല്ലോ ഇൻ യുവർ സെൽഫ്, നിങ്ങളിൽ സ്വയം എന്നായി. എന്താണ്? ഇൻ യുവർ സെൽഫ് എന്നാൽ നിങ്ങളിൽ സ്വയം. അപ്പോൾ എന്താ മീനിങ്? യു ഹാവ് ടു ബിലീവ് ഇൻ യുവർ സെൽഫ്, നിങ്ങൾക്ക് നിങ്ങളിൽ സ്വയം വിശ്വസിക്കേണ്ടതുണ്ട് എന്നായി. നിങ്ങൾക്ക് നിങ്ങളിൽ സ്വയം വിശ്വസിക്കേണ്ടതുണ്ട് എന്നുള്ള അർത്ഥമായി. ഇനി അടുത്ത് നോക്കണേ, ഇവിടെ നോക്കൂ. ഈവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും. എന്താണ്? ഈവൻ, പോലും. അതുപോലെ വെൻ, ബോൾ. സാർ എന്തൊക്കെയായി പറയുന്നത്? ഈവൻ, പോലും, വെൻ, ബോൾ. അതെ, അപ്പോൾ. എന്ന് പറഞ്ഞാൽ എപ്പോൾ എന്നാണ് അത് ചോദ്യം ചോദിക്കുമ്പോൾ. പക്ഷേ സെൻറ്റൻസിൻ്റെ ഉള്ളിൽ വരുമ്പോൾ എന്താണ്? അത് ബോൾ അല്ലെങ്കിൽ അപ്പോൾ എന്ന മീനിങ്. ഇപ്പം ശരിയാക്കി തരാം. അതേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ ആണല്ലോ. ഡൗട്ട് എന്ന് പറഞ്ഞാൽ സംശയിക്കുക എന്നാണ്. വെർബാണ് സംശയിക്കുക, അല്ലേ? ഇപ്പോഴത്തെ ആളുകൾക്ക് ഇതല്ല പണി, സംശയിക്കുക. വേറെ പണിയൊന്നുമില്ലല്ലോ. ഡൗട്ട് എന്നാണ് സംശയിക്കുക. ആരെ? യു, നിങ്ങളെ. അപ്പം എന്തായി? ഇവിടെ ശരിക്കും കേൾക്കണേ. ഇപ്പോഴുണ്ടോ? മറ്റുള്ളവർ നിങ്ങളെ സംശയിക്കുമ്പോൾ പോലും. എന്താ അങ്ങനെ ഒന്നും കൂടി പറയുള്ളൂ. മറ്റുള്ളവർ നിങ്ങളെ സംശയിക്കുമ്പോൾ പോലും, ഓക്കെ അല്ലേ? സംശയിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വസിക്കേണ്ടതുണ്ട് എന്നായി. അപ്പോൾ ഇവിടം വരെ ഈ ഒരു കംപ്ലീറ്റ് സെൻറ്റൻസിൻ്റെ മീനിങ് ഒന്ന് നോക്കാം. വളരെ മനോഹരമായ സെൻറ്റൻസ് ആണ്. ഇവിടെ കണ്ടോ? യു ഹാവ് ടു ബിലീവ് ഇൻ യുവർ സെൽഫ് ഈവൻ വെൻ അതേഴ്സ് ഡൗട്ട് യു. എന്നുവെച്ചാൽ മറ്റുള്ളവർ നിങ്ങളെ സംശയിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വസിക്കേണ്ടതുണ്ട് എന്നർത്ഥം, അല്ലേ? ഇവിടെ കണ്ടോ? ഇവിടെ വോണ്ട് ടു എന്ന് പറയുന്ന ഈ ഒരു പ്രയോഗത്തിൻ്റെ മുകളിൽ 146 ഞാൻ എഴുതിയിട്ടുണ്ട്. അതെന്താ? ഏതെന്ന് വെച്ചാൽ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ബൂസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു ഇ-ബുക്ക് PDF-ൽ 146-ാമത്തെ പേജ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അവിടെ വളരെ മനോഹരമായ രീതിയിൽ അത്രയും നല്ല അടിപൊളി ഉദാഹരണങ്ങൾ, എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വോണ്ട് ടു, അതും മലയാളത്തിൽ. ഇവിടെ കൊണ്ട് ഹാവ് ടു. നിങ്ങൾ പേജ് നമ്പർ 142 ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അവിടെ ഹാവ് ടുവിൻ്റെ വളരെ മനോഹരമായ ഉദാഹരണങ്ങൾ, എക്സ്പ്ലനേഷൻ അവിടെ മലയാളത്തിലുണ്ട്. ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യുക, വായിക്കുക. ഹാവ് ടുവിൻ്റെ കംപ്ലീറ്റ് സംശയങ്ങളും തീരും. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇനി അടുത്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മീനിങ് നിങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ, അടുത്താണ് സംടൈംസ്, ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ചിലപ്പോൾ. സംടൈംസ്, ചിലപ്പോൾ. ഇവിടെ ഉണ്ടോ? യു, നിങ്ങൾ, വിൽ ഹാവ് ടു. അടുത്ത വളരെ മനോഹരമായ പ്രയോഗമാണ് വിൽ ഹാവ് ടു. 144-ാമത്തെ പേജിലുണ്ട്. വിൽ ഹാവ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ചെയ്യേണ്ടി വരും എന്നാണ്. ചെയ്യേണ്ടി വരും, വിൽ ഹാവ് ടു. ഇവിടെ കണ്ടോളൂ. വിൽ ഹാവ് ടു ഗോ, പോകേണ്ടി വരും. വിൽ ഹാവ് ടു കം, വരേണ്ടി വരും. വിൽ ഹാവ് ടു ഈറ്റ്, കഴിക്കേണ്ടി വരും. വിൽ ഹാവ് ടു ഡ്രിങ്ക്, കുടിക്കേണ്ടി വരും. വിൽ ഹാവ് ടു പ്ലേ, കളിക്കേണ്ടി വരും. ചെയ്യേണ്ടി വരും വിൽ ഹാവ് ടു. ഇവിടെ കണ്ടോ? വിൽ ഹാവ് ടു ഫേസ്. ഫേസ് എന്ന് പറയുന്ന വേർഡിന് 2 അർത്ഥമുണ്ട്. ഒന്നാണ് ഫേസ്, മുഖം. രണ്ടാമതാണ്, അത് നൗണാണ്, ഫേസ്, മുഖം. രണ്ടാമതാണ് വെർബ്. ഫേസ് എന്ന് പറഞ്ഞാൽ നേരിടുക. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്ന് പറഞ്ഞാൽ നേരിടുക, അതാണ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരിടുക. അപ്പോൾ എന്താ പറയുക? സംടൈംസ്, ചിലപ്പോൾ. യു വിൽ ഹാവ് ടു ഫേസ്, ചിലപ്പോൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും എന്നായി. എന്ത്? ഡിഫിക്കൽട്ടീസ്, ബുദ്ധിമുട്ടുകൾ. ആൻഡ് അതുപോലെ ചലഞ്ചസ്, വെല്ലുവിളികൾ. ചലഞ്ചസ് പറഞ്ഞാൽ വെല്ലുവിളികൾ. അപ്പം എന്തായി? ചിലപ്പോൾ സംടൈംസ് യു വിൽ ഹാവ് ടു ഫേസ് ഡിഫിക്കൽട്ടീസ് ആൻഡ് ചലഞ്ചസ്. ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ അതുപോലെ വെല്ലുവിളികൾ നേരിടേണ്ടി വരും എന്നായി. പക്ഷേ നെവർ തന്നെ ഒരിക്കലുമില്ല. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കുക.
പക്ഷേ നെവർ ഗിവ് അപ്പ്, പക്ഷെ ഒരിക്കലും വിട്ടുകൊടുക്കരുത്, ഒരിക്കലും വിട്ടുകൊടുക്കരുത്. ബുദ്ധിമുട്ടുകൾ വരണം, വെല്ലുവിളി വരണം. അതുകൊണ്ടാണ് ഒരു മഹാൻ പറഞ്ഞത് എന്നറിയോ, പ്രോബ്ലം ഈസ് എ പാർട്ട് ഓഫ് ലൈഫ്. എന്താണ് പ്രോബ്ലം ഈസ് എ പാർട്ട് ഓഫ് ലൈഫ്. പ്രശ്നം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, പ്രശ്നം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ബട്ട് സോൾവിങ് ഇറ്റ്, പക്ഷേ അതിനെ പരിഹരിക്കുക എന്നുള്ളത് ഈസ് ആൻ ആർട്ട് ഓഫ് ലൈഫ്. അത് ജീവിതത്തിൻ്റെ കലയാണെന്നാണ്. പ്രശ്നം എന്താണ്? ജീവിതത്തിൻ്റെ ഭാഗമാണ്, പക്ഷെ അതിനെ പരിഹരിക്കുക എന്നുള്ളത് എന്താണ്? ജീവിതത്തിൻ്റെ കലയാണെന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, പേജ് നമ്പർ 144 ഓപ്പൺ ചെയ്താൽ മതി. വളരെ മനോഹരമായിട്ട് അവിടെ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കാം. ഇവിടെ കണ്ടോ, യു മസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായും ചെയ്യുക എന്നാണ്. മസ്റ്റ് ഇവിടെ കണ്ടോളൂ. മസ്റ്റ് ഗോ, നിർബന്ധമായും പോകണം. മസ്റ്റ് കം, നിർബന്ധമായി വരണം. മസ്റ്റ് സ്റ്റഡി, നിർബന്ധമായും പഠിക്കണം. മസ്റ്റ് ഈറ്റ്, നിർബന്ധമായും കഴിക്കണം. അതുപോലെ ഇവിടെ കണ്ടോ, മസ്റ്റ് ലേൺ, നിർബന്ധമായും പഠിക്കണം എന്നായി. എന്ത് പഠിക്കുന്ന? ജീവിതത്തിൽ പഠിക്കൂലേ, ആ പഠിപ്പ്. ഓക്കെ, യു മസ്റ്റ് ലേൺ, നിങ്ങൾക്ക് നിർബന്ധമായും പഠിക്കണം. എന്ത് പഠിക്കണം എന്നറിയോ? പുതിയ സ്കിൽസ് എന്നാൽ കഴിവുകൾ. അപ്പോൾ എന്തായി? നിങ്ങൾക്ക് നിർബന്ധമായും പുതിയ കഴിവുകൾ പഠിക്കണം എന്നായി. ഓക്കെ, എന്തിനാണെന്നറിയോ? ഇൻ ഓർഡർ ടു, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ്. എവിടെയെങ്കിലും എഴുതി വെച്ചോളൂ. ഇൻ ഓർഡർ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടി എന്നാണ്. വേണ്ടി ഇവിടെ പറഞ്ഞല്ലോ എന്ത്? യു മസ്റ്റ് ലേൺ ന്യൂ സ്കിൽസ്, നിങ്ങൾ നിർബന്ധമായും പുതിയ കഴിവുകൾ പഠിക്കണം. എന്തിനു വേണ്ടി എന്നറിയോ? ഇൻ ഓർഡർ ടു ഗ്രോ എന്ന് പറഞ്ഞാൽ വളരുക, വളരാൻ വേണ്ടി എന്നായി അല്ലേ. ഇൻ ഓർഡർ ടു ഗ്രോ എന്ന് പറഞ്ഞാൽ വളരാൻ വേണ്ടി. ഇൻ ഓർഡർ ടു ഗോ, പോകാൻ വേണ്ടി. ഇൻ ഓർഡർ ടു കം, വരാൻ വേണ്ടി. ഇൻ ഓർഡർ ടു ഗ്രോ, വളരാൻ വേണ്ടി. അതുപോലെ ഇംപ്രൂവ് എന്ന് പറഞ്ഞാണ് മെച്ചപ്പെടുത്തുക, മെച്ചപ്പെടുത്താൻ വേണ്ടി എന്നായി. ഇൻ ഓർഡർ ടു ഗ്രോ, വളരാൻ വേണ്ടി. ഇൻ ഓർഡർ ടു ഇംപ്രൂവ്, മെച്ചപ്പെടുത്താൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് അർത്ഥം മനസ്സിലായി. എന്താണ് ഇവിടെ കണ്ടോ? യു മസ്റ്റ് ലേൺ ന്യൂ സ്കിൽസ് ഇൻ ഓർഡർ ടു ഗ്രോ ആൻഡ് ഇംപ്രൂവ്. എന്നുവെച്ചാൽ മെച്ചപ്പെടുത്താൻ വേണ്ടി, അതുപോലെ ഇങ്ങനെ പറയാം, വളരാനും, അങ്ങനെ പറയാം നമുക്ക്, വളരാനും അതുപോലെ മെച്ചപ്പെടുത്താനും വേണ്ടി നിങ്ങൾക്ക് നിർബന്ധമായും പുതിയ കഴിവുകൾ പുതിയ കഴിവുകൾ പഠിക്കണം, അല്ല പഠിക്കേണ്ടതുണ്ട് എന്നായി. നിർബന്ധമായും ചെയ്യണം, പഠിക്കണം എന്നായി അല്ലേ. ഓക്കെ ആണല്ലോ? തീർച്ചയായിട്ടും. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇവിടെ പറഞ്ഞോളൂ, സ്റ്റേ ഫോക്കസ്ഡ്. എന്താണ് സ്റ്റേ ഫോക്കസ്ഡ്? ഫോക്കസ് എന്ന് പറയുന്നതാണ് ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്. ഫോക്കസ്, ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പോൾ എന്തായി? സ്റ്റേ ഫോക്കസ് എന്ന് പറഞ്ഞാലോ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടേ ഇരിക്കുക എന്നാണ്. അപ്പോൾ നമ്മൾ പറയില്ലേ എന്ത്? ഒരാൾക്ക് നല്ല ദേഷ്യം വിചാരിക്കാം. അപ്പോൾ നമ്മൾ പറയാണ് സ്റ്റേ കാം, ശാന്തമായിരിക്കൂ. അല്ലെങ്കിൽ സ്റ്റേ കൂൾ എന്ന് പറയും. സ്റ്റേ കൂൾ, ശാന്തമായിരിക്കൂ. ഇവിടെ സ്റ്റേ കൂൾ എന്ന് പറഞ്ഞാൽ തണുത്തിരിക്കുന്നല്ല, തണുത്തിരിക്കുന്നു. എന്താണ് സ്റ്റേ കൂൾ? എന്താണ്? ശാന്തമായിരിക്കും എന്നാണ്. അപ്പോൾ അതുപോലെ ഇവിടെ എന്താണ്? സ്റ്റേ ഫോക്കസ്ഡ്. ഇത് എഴുതി വെച്ചോളൂ. സ്റ്റേ ഫോക്കസ്ഡ്, ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടേ ഇരിക്കൂ എന്നാണ്. എവിടെ എന്നറിയോ? ഓൺ എന്ന് പറഞ്ഞാൽ എന്നർത്ഥം. നിങ്ങളുടെ ഗോൾസ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യങ്ങൾ. അപ്പം എന്തായി? ഓൺ യുവർ ഗോൾസ് എന്ന് പറഞ്ഞാലോ ഓൺ യുവർ ഗോൾസ്, നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ എന്താണ്? ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടേയിരിക്കുക എന്നാണ് അർത്ഥം. മറ്റുള്ളവർ പലതും പറയും, അവർക്കതാണല്ലോ പണി. നമ്മളെന്ത് ചെയ്യും? നമ്മുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടേയിരിക്കുക, അത്രേ ഉള്ളൂ. ആൻഡ് അതുപോലെ കീപ് മൂവിങ്, നീങ്ങിക്കൊണ്ടേയിരിക്കുക. മൂവ് എന്ന് പറഞ്ഞാൽ നീങ്ങുക. കീപ് മൂവിങ്, നീങ്ങിക്കൊണ്ടേയിരിക്കുക. ഫോർവേഡ്, മുന്നോട്ട്. അപ്പം എന്താണ്? നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടേയിരിക്കുക, അതുപോലെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുക എന്നാണ് അർത്ഥം. ഇനി അടുത്താണ് ഇവിടെ കണ്ടോ, ദാറ്റ്സ് ദ ഓൺലി റീസൺ. ഇത് എഴുതി വെച്ചോട്ടോ. എന്താണ്? ദാറ്റ്സ് ദ ഓൺലി റീസൺ.
ഇത് കാരണത്താൽ മാത്രമാണ് എന്നർത്ഥം. ഇത് കാരണത്താൽ മാത്രമാണ്. ദാറ്റ്സ് ദ ഓൺലി റീസൺ. ഇത് കാരണത്താൽ മാത്രമാണ് എന്ത്? മെനി ഒരുപാട് സക്സസ്ഫുൾ വിജയകരമായ, ഇത് കാരണത്താൽ മാത്രമാണ് ഒരുപാട് വിജയകരമായ പീപ്പിൾ ജനങ്ങൾ റീച്ച് എത്തുന്നത് അല്ലെങ്കിൽ എത്തുന്നു ദയർ അവരുടെ എന്താണ് അവരുടെ ഡ്രീംസ് സ്വപ്നങ്ങളിൽ. അപ്പോൾ എന്തർത്ഥം? ഇവിടെ കണ്ടോ? ഈ ദാറ്റ്സ് ദ ഓൺലി റീസൺ മെനി സക്സസ്ഫുൾ പീപ്പിൾ റീച്ച് ദയർ ഡ്രീംസ്. ഈ കാരണത്താൽ മാത്രമാണ് ഒരുപാട് വിജയകരമായ ജനങ്ങൾ അവരുടെ എന്താണ് സ്വപ്നങ്ങളിൽ എത്തുന്നത് എന്നായി. അല്ലേ? എത്ര മനോഹരമായ സെൻറ്റൻസ്. ഓക്കെ അല്ലേ? ഇനി അടുത്താണ് നമ്മുടെ ലാസ്റ്റ് സെൻറ്റൻസ് ആണ്. ഇവിടെ കണ്ടോ? വിത്ത് പേഷ്യൻസ്. പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമ. വിത്ത് എന്നുള്ള കൂടെ, വിത്ത് പേഷ്യൻസ് ക്ഷമയോടെ എന്ന് വെച്ചാൽ ക്ഷമയുണ്ടെങ്കിൽ അർത്ഥം. ഓക്കെ, വിത്ത് പേഷ്യൻസ് ക്ഷമയോടെ, അതുപോലെ ഡെഡിക്കേഷൻ സമർപ്പണത്തോടെ. ഇവിടെയും എന്തുണ്ട്? വിത്ത് ഉണ്ട് കേട്ടോ. വിത്ത് പേഷ്യൻസ് ക്ഷമയോടെ, വിത്ത് ഡെഡിക്കേഷൻ സമർപ്പണത്തോടെ, അതുപോലെ ആൻഡ് കൺസിസ്റ്റൻ്റ് എന്ന് പറയുന്നതാണ്. കൺസിസ്റ്റൻറ്റ് തുടർച്ചയായ എന്നർത്ഥം. കൺസിസ്റ്റൻറ്റ് കണ്ടിന്യൂസ് തുടർച്ചയായ എഫേർട്ട് പരിശ്രമം. അപ്പം എന്തായി? തുടർച്ചയായ പരിശ്രമത്തിലൂടെ 3 കാര്യങ്ങളാണ്. എന്താണ്? യെസ്, ക്ഷമയോടെ, അതുപോലെ സമർപ്പണത്തോടെ, അതുപോലെ എന്തായി? തുടർച്ചയായ പരിശ്രമത്തിലൂടെ. എന്താണ്? നിങ്ങൾക്ക് ക്യാൻ കഴിയും. നിങ്ങൾക്ക് കഴിയും. അച്ചീവ് നേടുക. അപ്പം എന്താ? യു ക്യാൻ അച്ചീവ് നിങ്ങൾക്ക് നേടാൻ കഴിയും. എന്ത്? എനിത്തിങ് എന്തും നേടാൻ കഴിയും. യു ക്യാൻ അച്ചീവ് എനിത്തിങ് നിങ്ങൾക്ക് എന്തും നേടാൻ കഴിയും. ഇൻ ദിസ് വേൾഡ്. ദിസ് എന്നാൽ ഈ വേൾഡ് ലോകം. അപ്പം ഇന്ന് വന്നല്ലോ ഇന്നായി. അപ്പം എന്താ? ഇൻ ദിസ് വേൾഡ് ഈ ലോകത്തിൽ. അപ്പം ഈ ലോകത്തിൽ നിങ്ങൾക്ക് എന്തും നേടാൻ കഴിയും. നിങ്ങൾ എന്ത് ചെയ്തോ? ഇനി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. നൗ യു ക്യാൻ ടേക്ക് എ സ്ക്രീൻഷോട്ട്. സ്ക്രീൻഷോട്ട് എടുത്തു എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ഇതുപോലെ ഓരോ വേർഡ് ബൈ വേർഡ് വായിച്ചിട്ട് വേണം മനസ്സിലാക്കിയിട്ട് മീനിങ് അർത്ഥം വെച്ച് നോക്കണം. ബുദ്ധിമുട്ടുണ്ടാകും, ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ഒരിക്കലും ഇട്ടെറിഞ്ഞ് പോകരുത്. ഒരുപാട് വീഡിയോസ് ഇങ്ങനെ വായിക്കുക, കാണുക, ചെയ്തുകൊണ്ടേയിരിക്കുക. സക്സസ് നിങ്ങൾ തേടി വരും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് എവരിവൺ.